Hello, my dear students. Welcome back to Corporate Regulation. 70th സെഷനാണ് നമ്മളുടെ ലാസ്റ്റ് ചാപ്റ്റർ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. നമ്മൾ ഇതുവരെ എങ്ങനെയാണ് ട്രൈബ്യൂണൽസിൻ്റെ ഇനീഷ്യേഷനോട് കൂടിയിട്ട് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടൊരു കമ്പനി ലിക്വിഡേറ്ററിനെ നിയമിക്കുന്നു. ലിക്വിഡേറ്ററുടെ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ സെഷനിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവസാനം നമ്മുടെ കമ്പനി ലിക്വിഡേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ട്രൈബ്യൂണൽസിന് ആ കമ്പനിയെക്കുറിച്ചുള്ള ഫുൾ റിപ്പോർട്ട്സ് അത് വൈൻഡപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ ട്രൈബ്യൂണൽ എന്താണ് ചെയ്യുന്നത്, അതാണ് ഇന്ന് നോക്കുന്നത്. ദാറ്റ് ഈസ് ട്രൈബ്യൂണൽസ് ആക്ഷൻ ഓൺ ദ റിപ്പോർട്ട് ഓഫ് കമ്പനി ലിക്വിഡേറ്റർ. അതായത് നമ്മുടെ ലിക്വിഡേറ്റർ റിപ്പോർട്ട് ട്രൈബ്യൂണലിന് കൊടുത്ത ശേഷം ട്രൈബ്യൂണൽ എന്ത് ചെയ്യുന്നു, ഒരു ടൈം നമ്മുടെ കമ്പനി കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യാനായിട്ടുള്ള പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നു. അപ്പം ആ സമയത്ത് ട്രൈബ്യൂണലിന് എന്ത് ചെയ്യാം, കമ്പനി സെയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാം, അല്ലെങ്കിൽ കമ്പനിയുടെ ഈ അസറ്റ്സ് സെയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾക്കോ ഒക്കെ തീരുമാനം എടുക്കാനുള്ള സമയമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ആ സമയത്ത് ഈ കമ്പനിയിൽ എന്തെങ്കിലും ഫ്രോഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഉള്ള കാര്യം നമ്മളുടെ ലിക്വിഡേറ്റർ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രോഡ് ആക്ടിവിറ്റി ചെയ്ത ആ ഒരു പേഴ്സണെ ക്രിമിനൽ കംപ്ലൈൻറ്റ് ആളുടെ പേരിൽ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളും ഈ സമയത്ത് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ആ ഒരു അസറ്റ്സിൻ്റെ വാല്യൂ അത് പ്രിസർവ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ വൺസ് ഈ പറയുന്ന നമ്മളുടെ കമ്പനി ലിക്വിഡേറ്റർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി ആളുടെ കസ്റ്റഡിയിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദറ്റ് മീൻസ് ഫുള്ള് കമ്പനിയുടെ എല്ലാ വസ്തുവകകളും പിന്നീട് നമ്മുടെ കമ്പനി ലിക്വിഡേറ്ററുടെ അധികാര പരിധിയിലാണ് വരിക. ഓക്കെ, എന്നിട്ടാണ് നമ്മളുടെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ അങ്ങനെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് കമ്പനി വൈൻഡപ്പ് ചെയ്യാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ, അത് ട്രസ്റ്റി ആവാം, റിസീവർ ആവാം, ബാങ്കർ ആവാം, ഏജൻ്റ് ആവാം, ഓഫീസർ ആവാം, ഓർ എംപ്ലോയി ആവാം, അവർക്ക് അവരുടെ ഭാഗത്ത് കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടീസോ ബുക്സോ പേപ്പേഴ്സോ എന്തെങ്കിലുമൊക്കെ അവരുടെ കൺട്രോളിലുണ്ടെങ്കിൽ അത് തിരിച്ച് ഈ പറയുന്ന കമ്പനി ലിക്വിഡേറ്ററിനെ ഏൽപ്പിക്കാവുന്നതാണ്. ഇനി നമ്മളുടെ ഈ പറയുന്ന ട്രൈബ്യൂണൽസിന് മുമ്പാകെ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കോൺട്രിബ്യൂട്ടറീസിൻ്റെ ലിസ്റ്റ് സെറ്റിൽമെൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ കമ്പനി ലിക്വിഡേറ്റർ എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസിൻ്റെ പേരുകൾ തയ്യാറാക്കുകയാണ്. അവർ നമ്മളുടെ ഈ കമ്പനിയുടെ ലയബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്, ഈ അതിൻ്റെ അസറ്റ്സിന് സംബന്ധപ്പെട്ടിട്ട്. അപ്പം ഈ ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസിൽ ഓൺ റൈറ്റ്സ് കൊണ്ടുള്ള കോൺട്രിബ്യൂട്ടറീസ്, ഇനി അതുപോലെ മറ്റു പലരുടെയും റൈറ്റ്സ് കൊണ്ടുണ്ടാവുന്ന കോൺട്രിബ്യൂട്ടറീസ്, ഇവരെല്ലാം പ്രോപ്പറായിട്ട് റെക്ടിഫൈ ചെയ്തിട്ടാണ് അവരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇവർ ഈ പറയുന്ന കമ്പനിയുടെ അസറ്റ്സിന് ലയബിളായിട്ടുള്ള വ്യക്തികളായിരിക്കും. ഓക്കെ, അപ്പം ഇവർ ഈ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്സ്, ലയബിലിറ്റീസ്, കോസ്റ്റ്, ചാർജസ്, എക്സ്പെൻസസ് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് വേണ്ടി വരുന്നതിനൊക്കെ ഇവരായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഈ കോൺട്രിബ്യൂട്ടറീസിൽ നിന്നും നമ്മൾ ചില കോൺട്രിബ്യൂട്ടറീസിനെ ഒഴിവാക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ പറയുന്ന വൈൻഡിങ് അപ്പിന് ഒരു വർഷം മുന്നേ കമ്പനിയുടെ മെമ്പർഷിപ്പിൽ നിന്നും സീസ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് ഇതിൽ കോൺട്രിബ്യൂട്ടറീസ് ആയിട്ട് വരില്ല. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ കോൺട്രാക്റ്റിൽ നിന്നും സീസ് ചെയ്ത് പോകുന്ന ആൾക്കും ഇവിടെ കോൺട്രിബ്യൂട്ടറി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. അവർക്കാർക്കും ഇതിൻ്റെ ലയബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ ഈ കോൺട്രിബ്യൂട്ടറീസ് ശരിക്കും നമ്മുടെ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എക്സ്പെൻസസ്, കോസ്റ്റ്, ലയബിലിറ്റീസ്, ഡെപ്റ്റ്സ് ഒക്കെ വഹിക്കാൻ വേണ്ടിയിട്ടാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഈ കോൺട്രിബ്യൂട്ടറീസിന് കണ്ടീഷൻസ് ഉണ്ട്. ഇന്ന രീതിയിലുള്ള കോൺട്രിബ്യൂട്ടറീസിന് ഫർദർ കോൺട്രിബ്യൂഷൻ വേണ്ട. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ വേറൊരു കാര്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം no person who has been a member shall be liable to contribute unless it appears to tribunal
that the present member are unable to satisfy the contribution required to be made by them in purchase of this act. അതായത് ഇപ്പോൾ പ്രസൻ്റ്ലി ഒരു കോൺട്രിബ്യൂട്ടർ ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് ഈ പറയുന്ന കമ്പനിക്ക് വേണ്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ അവർ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട. ഓക്കെ, പിന്നെ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയറിലാണെങ്കിൽ ഈ പറയുന്ന no contribution shall be required from any person over and above the amount unpaid on the shares in respect of which he is liable as such members. അതായത് ഈ പറയുന്ന ലിമിറ്റഡ് ബൈ ഷെയർ കമ്പനിയിൽ ഏതെങ്കിലും ഒരു കോൺട്രിബ്യൂട്ടർ അദ്ദേഹം അൺപെയ്ഡ് ഷെയർസ് അദ്ദേഹത്തിന് അൺപെയ്ഡ് ഷെയർസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ആ അൺപെയ്ഡ് ഷെയർസിന് മുകളിലായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനാണ് അയാൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പുള്ളിക്ക് എന്ത് ചെയ്യേണ്ട, കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട. ഇനി കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയിൽ no contribution shall be required for any person who is or has been a member exceeding the amount undertaken to be contributed. അതായത് ഇപ്പം ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി കമ്പനിയിൽ ഒരു കോൺട്രിബ്യൂട്ടർ അദ്ദേഹം ഈ പറയുന്ന കമ്പനിയുടെ അസറ്റ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എക്സീഡ് ചെയ്തിട്ടുള്ള ഒരു അമൗണ്ടാണ് അണ്ടർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് ഫർദർ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ കോൺട്രിബ്യൂട്ടറീസിൻ്റെ കണ്ടീഷൻസ് ഇവിടെ വെക്കുന്നത്. പിന്നെ ഡയറക്ടേഴ്സ് ആൻഡ് മാനേജേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കമ്പനി ലിമിറ്റഡ് കമ്പനിയാണ്, പക്ഷേ അതിൽ നമ്മുടെ ഡയറക്ടേഴ്സ് മാനേജേഴ്സിൻ്റെ ഒരു ലയബിലിറ്റി അൺലിമിറ്റഡ് ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഫർദർ കോൺട്രിബ്യൂഷൻ ചെയ്യാവുന്നതാണ് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത്. ഇനി ഒരു ഡയറക്ടർ ഓർ മാനേജർ ഈ പറയുന്ന കമ്പനിയുടെ ഓഫീസ് ആ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതിന് 1 year ബിഫോർ തന്നെ ആൾ ഓഫീസ് സീസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അദ്ദേഹം സീസ് ചെയ്തതിന് ശേഷമാണ് കമ്പനിയുടെ എന്തെങ്കിലും ലയബിലിറ്റി ഡെപ്റ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ട്രൈബ്യൂണൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അഡ്വൈസറി കമ്മിറ്റിയും കൂടി ഈ കമ്പനി വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്പനി വൈൻഡപ്പ് വേണ്ടിയിട്ടുള്ള ഈ ഒരു അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിൽ 12 മെമ്പേഴ്സിൽ കൂടാൻ പാടില്ല. ഈ കമ്മിറ്റി നമ്മുടെ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സും കോൺട്രിബ്യൂട്ടറീസൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ ട്രൈബ്യൂണൽ എന്ത് ചെയ്യും, ഈ പറയുന്ന നമ്മുടെ കമ്പനി ലിക്വിഡേറ്ററിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് വൈൻഡിങ് അപ്പ് ഓർഡർ പാസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ പറയുന്ന അഡ്വൈസറി കമ്മിറ്റിക്ക് അഡ്വൈസിന് വേണ്ടിയിട്ട് ആ റിപ്പോർട്ട് വിധേയമാക്കും. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന അഡ്വൈസറി കമ്മിറ്റി ഈ പറയുന്ന റിപ്പോർട്ട് കിട്ടിയ ശേഷം 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അവർ ഈ പറയുന്ന ഒരു കമ്പനി ലിക്വിഡേറ്ററിൻ്റെ ഒരു ചെയർമാൻഷിപ്പോട് കൂടിയിട്ട് കമ്മിറ്റി മീറ്റിംഗ് കൂട്ടണം. കമ്മിറ്റി മീറ്റിംഗ് കൂട്ടി അവർ പറയുന്ന റിപ്പോർട്ട്സ് പറയുന്നതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ഇൻസ്പെക്റ്റ് ചെയ്ത ശേഷമാണ് കമ്പനി വൈൻഡിങ് അപ്പിൻ്റെ ഒരു ഡിസിഷൻ നമ്മുടെ ട്രൈബ്യൂണലിനെ അറിയിക്കുന്നത് ഫൈനലായിട്ട്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് അഡ്വൈസറി കമ്മിറ്റി വരുന്നത്. ഇനി നമ്മുടെ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് കമ്പനി ലിക്വിഡേറ്റർ, അതായത് നമ്മളുടെ കമ്പനി ലിക്വിഡേറ്റർക്ക് എന്തൊക്കെ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഉണ്ട്, നമ്മളുടെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള കമ്പനിയുടെ വൈൻഡിങ് അപ്പിന് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്താനുള്ള പവർ ആൻഡ് ഡ്യൂട്ടി ഉണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ പേരിൽ ഈ പറയുന്ന റെസിപ്റ്റ്സ്, ഡോക്യുമെൻറ്റ്സ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കമ്പനി സീൽ വെച്ച് ചെയ്യാനുള്ള പവർ ആൻഡ് ഡ്യൂട്ടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കമ്പനിയുടെ മൂവബിൾ ഇൻമൂവബിൾ പ്രോപ്പർട്ടീസ് പബ്ലിക് ലേലത്തിൽ വിളിച്ചുകൊണ്ട് അത് സെയിൽ ചെയ്യാനും അത് സെയിലിനടുത്തത് പാർസൽ അയച്ചു കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള ചെയ്യാനുള്ള അധികാരം നമ്മുടെ കമ്പനി ലിക്വിഡേറ്റർക്ക് ഉണ്ട്. നമ്മുടെ കമ്പനിയുടെ എല്ലാ അണ്ടർടേക്കിങ്സും സെയിൽ നടത്താനുള്ള അധികാരം കമ്പനി ലിക്വിഡേറ്റർക്ക് ഉണ്ട്. അതുപോലെ നമ്മുടെ കമ്പനിയുടെ അസറ്റ്സ് സെക്യൂരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ റേസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ എന്തെങ്കിലും കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ലീഗൽ പ്രൊസീഡിങ്സ്, അത് സിവിലായിക്കോട്ടെ ക്രിമിനലായിക്കോട്ടെ, അതൊക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലും
ക്ലെയിംസ് ക്രെഡിറ്റേഴ്സ് എംപ്ലോയീസൊക്കെ തരികയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇൻവൈറ്റ് ചെയ്ത് അതിന് വേണ്ട സെറ്റിൽമെൻറ്റ് നടത്താനുള്ള അധികാരമുണ്ട്. പിന്നെ അതുപോലെ കമ്പനീൻ്റെ റിട്ടേൺസ് റെക്കോർഡ്സ് ഇൻസ്പെക്റ്റ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് രജിസ്ട്രാർ എടുത്ത് ഫയൽ ചെയ്യാനുള്ള അധികാരം നമ്മുടെ കമ്പനി ലിക്വിഡേറ്റർക്കാണ്. പിന്നെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ടറീസിൻ്റെ ഇൻസോൾവൻസി ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അവരിൽ നിന്നും ഈടാക്കാനുള്ള ഒരു അധികാരമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചെക്കുകൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഡ്രോ ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും എൻഡോസ് ചെയ്യാനുമുള്ള അധികാരം നമ്മുടെ കമ്പനി ലിക്വിഡേറ്റർക്കാണ് ഉണ്ടാവുക ആഫ്റ്റർ ഡിസൈഡിങ് ദ കമ്പനി വൈൻഡിങ് അപ്പ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കമ്പനിയുടെ ഒഫീഷ്യൽ നെയിം, ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ നമ്മുടെ കോൺട്രിബ്യൂട്ടേഴ്സിൽ നിന്നും ഡിസീസ് ചെയ്തിട്ട് അത് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ അത് ആ ഒരു വൈൻഡിങ് അപ്പ് സമയത്ത് വിനിയോഗിക്കാനുള്ള കാര്യങ്ങളും നമ്മുടെ ലിക്വിഡേറ്റർക്കാണ് ഉള്ളത്. കമ്പനി വൈൻഡിപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് വേണ്ടി വന്നാൽ അത് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള പവറും അധികാരവും കമ്പനി ലിക്വിഡേറ്റർക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, പേപ്പേഴ്സ്, ഡീഡ്സ്, അപ്ലിക്കേഷൻസ്, പെറ്റീഷൻസ്, അഫിഡാവിറ്റ്സ്, ഇതെല്ലാം പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും സൈൻ ചെയ്യാനുള്ള അധികാരം നമ്മളുടെ കമ്പനി ലിക്വിഡേറ്റർക്കാണുള്ളത്. ഇത്തരം ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ടു വൈൻഡിങ് അപ്പ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ്, അതുപോലെ തന്നെ ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ടു ദ കമ്പനി ലിക്വിഡേറ്റർ, ഇങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും അദ്ദേഹത്തിന് കൈവശം വയ്ക്കാനുള്ള അധികാരമുണ്ട്. പിന്നെ നമ്മളുടെ ട്രൈബ്യൂണലിന് അദ്ദേഹം ഈ പറയുന്ന ഓർഡേഴ്സും ആൻഡ് ഡയറക്ഷൻസ്, നമ്മുടെ കമ്പനി വൈൻഡപ്പ് ചെയ്യാനുള്ള ഓർഡേഴ്സും ഡയറക്ഷൻസും ആവശ്യമുള്ളത് അവിടെ ട്രൈബ്യൂണൽസിൽ നിന്നും അപ്ലൈ ചെയ്ത് നേടാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടാതെ ട്രൈബ്യൂണൽ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി ലിക്വിഡേറ്റർക്ക് നമ്മുടെ വൈൻഡിങ് അപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പല ഡ്യൂട്ടീസും കമ്പനി ലിക്വിഡേറ്റർക്ക് ട്രൈബ്യൂണലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്.